ഇങ്ങനെ എല്ലാവരും കൂടി ഒത്തുകൂടി ഇരിക്കുന്ന ഒരു സമയത്ത് നിങ്ങൾ ഫാമിലി ആയിട്ട് ഉള്ളൊരു ആക്ടിവിറ്റി എന്താ? നിങ്ങൾ പുറത്തേക്ക് പോവുക അല്ലെങ്കിൽ അങ്ങനെ എന്താ എല്ലാം കൂടി ഒരുമിച്ച് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരു കാര്യം എന്താ? വർത്താനം പറയാം ഇരുന്നിട്ട്. പിന്നെ വൈകിട്ടാണെങ്കിൽ ഫിലിമിന് പോവും, പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോകാറുണ്ട്. അച്ഛൻ ഇതിനൊക്കെ സമയം കിട്ടാറുണ്ട്? ഈ സമയം ഇപ്പൊ കുറവാണ് മുമ്പത്തെ കമ്പയർ ചെയ്യുമ്പോൾ. എന്നാലും മന്ത്രി അതിന് ശേഷം ശേഷം പിന്നെ എന്നാലും ശ്രമിക്കും മാക്സിമം. അച്ഛൻ്റെ ഈ ഒരു തിരക്കുള്ള ഒരു പ്രൊഫഷൻ ആയതുകൊണ്ട് സിനിമയുടെ ഫസ്റ്റ് സീനൊക്കെ കാണാൻ പറ്റാറുണ്ടോ? ശരിക്കാരണം സിനിമ എന്ന് പറഞ്ഞ അച്ഛൻ സമയത്ത് എത്തിയിട്ടുണ്ട്. അതെനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല എന്താണ് അത്. ഫഷന് എപ്പോഴും പോവാറുള്ളത്. ഫഷന് പോകുമ്പോൾ അച്ഛൻ 5 മണിക്ക് വീട്ടിലെത്തിയിട്ടുണ്ട്. അത്രയ്ക്ക് സിനിമയോട് ഇഷ്ടമായിട്ടോ? അത്രയ്ക്കും ഇഷ്ടമാണ്. ഈ അടുത്ത ഇഷ്ടപ്പെട്ട ഒരു സിനിമ ഏതാ സാർ? പക്ഷേ ഈ അടുത്ത കാലത്ത് എനിക്ക് ആദ്യത്തെ ഒരു 25 മിനിറ്റ് സിനിമ നഷ്ടമായി. മാടമ്പി. മാടമ്പി സിനിമ ആദ്യത്തെ 25 മിനിറ്റ് എനിക്ക് കാണാൻ പറ്റിയില്ല. അന്ന് ഞങ്ങൾ MLA-മാർക്ക് സ്പീക്കർ സിനിമ കാണാൻ ഞങ്ങൾക്ക് പരിപാടി തിരുവനന്തപുരത്ത് വെച്ച്. തിരുവനന്തപുരത്ത് ആഴ്ചയിൽ ഒരു ദിവസം ഞങ്ങൾ സിനിമ MLA-മാർക്ക്. ആ ദിവസം എനിക്ക് പോകാൻ കിട്ടാതെ നിങ്ങൾ എല്ലാ MLA-മാരും പോകുന്നതുകൊണ്ട് എനിക്ക് ടിക്കറ്റ് കിട്ടിയില്ലെന്ന്. അന്ന് ഞാൻ 25 മിനിറ്റ്. സാധാരണ ഞങ്ങൾ മിസ്സാക്കാറില്ല. ഞങ്ങൾ പരസ്യം തൊട്ട് കാണാറുണ്ട്. പിന്നെ അങ്ങനെ രണ്ടാമതൊന്നും പോയി കാണാൻ അങ്ങനെ പറ്റാറില്ല അല്ലേ? അങ്ങനെ തോന്നാറില്ല. പിന്നെ വേറൊരു അഡിക്ഷൻ TV ആണല്ലേ? എല്ലാം കാണും, എല്ലാ ചാനലും. പാട്ട് കേൾക്കണേ, പരിപാടി ഞാൻ സാധാരണ ഒരു അഡിക്റ്റാണ്. സീരിയലൊക്കെ കാണുന്നതാണ്. സീരിയലൊക്കെ ഒരുപാട് കാണുന്നതാണ്. സാറിന് പറഞ്ഞോട്ടെ സാർ, ഈ സ്ത്രീകളെ ഏത് നേരം കരയിപ്പിക്കുന്നതെന്ന് ഒരു റൂള് ഉണ്ടാക്കിക്കൂടെ? ഇങ്ങനെ പെൺകുട്ടികളെ കൊണ്ട് കരയിപ്പിക്കരുതെന്ന്. രാജോട്ടൊപ്പം കരയും. ചിലപ്പം തോന്നിട്ട് മന്ത്രിപദം ഒരു മുൾക്കിരീടമാണ് തോന്നിയിട്ടുണ്ടോ? എപ്പോഴും തോന്നുന്നുണ്ട്. എപ്പോഴും എനിക്ക് തോന്നുന്നു രാജുവേട്ടന് തീരെ പറ്റാത്ത ജോലി. രാജുവേട്ടനെ പോലത്തെ ഒരാൾക്ക് ഒരിക്കലും പറഞ്ഞിട്ടില്ല അതാണ്. എനിക്ക് MLA ആയിരുന്നപ്പോൾ നമുക്ക് ഒട്ടും ടെൻഷൻ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എന്നും ടെൻഷനാണ്. എപ്പോഴും പ്രശ്നങ്ങളല്ലേ. ഒരു ദിവസം നമ്മൾ എല്ലാ ദിവസവും നോക്കണം ഇന്നെന്താ പ്രോബ്ലം എന്നാണ്. അപ്പൊ പക്ഷെ അതിന് അങ്ങനെ വീട്ടിൽ വന്നിട്ട് ചർച്ച വരാറുണ്ടോ? എപ്പോഴും എന്തുണ്ടെങ്കിലും വീട്ടിൽ പറയും. അതെന്നും എന്നും പറയും ഡെയിലി. അന്ന് ഇപ്പൊ ഇവിടെ നമ്മൾ രാവിലെ വിളിച്ചിട്ട് എന്നും പത്രത്തിലത്തെ ഇവിടുത്തെ വാർത്ത പറഞ്ഞു കൊടുക്കണം. രാവിലെ ഡെയിലി റൊട്ടീനാണ്. രാവിലെ ഒരു 6:30 വിളിക്കും. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം കൊടുങ്ങല്ലൂരത്തെ എന്താണ് എല്ലാം പറയണം. പിന്നെ അതുപോലെ രാത്രി കിടക്കുമ്പോഴും വിളിക്കും. അപ്പൊ രാജുവേട്ടൻ്റെ അവിടുത്തെ ടെൻഷനാണ് ഇങ്ങോട്ട് പറയുന്നത്. അങ്ങനെയാണ് സ്ഥിരം ഞങ്ങൾ. എന്തായാലും പറഞ്ഞ ചിലപ്പോ കുറച്ച് സമാധാനമല്ലേ? ഈ നിയമസഭാ സമ്മേളനത്തിൽ ഇപ്പൊ നടന്ന അസംബ്ലി സെഷനിൽ ടെൻഷൻ ബില്ല് പാസ്സാക്കണം. അതല്ല മറ്റ് വളരെ ആദ്യമൊക്കെ ഉണ്ടായില്ലേ? കഴിഞ്ഞ ഒരു സെഷൻ നടക്കുമ്പോ ഒരുപാട് ഇഷ്യൂസ് വന്നിട്ട് അപ്പൊ ഈ പറഞ്ഞ ഇവര് ഷെയർ ചെയ്യല്ലേ. അതെ. അച്ഛൻ എങ്ങനെയാ നിങ്ങൾ സ്കൂൾ പഠിക്കുന്ന കാലത്ത് കോളേജ് മെഡിസിൻ പഠിക്കുന്ന ഒരാളാണ് താങ്കൾ. പിന്നെ അതുമാതിരി ഇപ്പോൾ താങ്കൾ പിന്നെ ജോലിയായി. എന്നാലും ഇങ്ങനെ എങ്ങനെയാ വളരെ കെയർ അതാണോ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ ഇങ്ങനെ ചെയ്യാൻ പാടുള്ളൂ രാവിലെ നേരത്തെ എഴുന്നേക്കണ്ട, എന്തിനാ എത്ര നേരത്തേക്ക് എഴുന്നേക്കണേ, ഉറങ്ങു കുറച്ച് നേരം കിടന്നെന്ന് പറയുന്ന അച്ഛൻ. 2 ദിവസം നേരത്തെ അടിക്കുന്ന കണ്ട അയ്യോ അച്ഛൻ്റെ മോള് എന്താ ഉറങ്ങാത്ത, ആകെ വിഷമാവും, ഇന്ന മോള് ഉറങ്ങിക്കോന്ന് പറയുന്ന അച്ഛന്. നമ്മളൊന്നും വിളിക്കാൻ ഇഷ്ടല്ലേ രാവിലെ പഠിക്കാനൊക്കെ? ഞാൻ സ്ഥിരമായി കൃത്യമായിട്ട് പോയി വിളിക്കും. അപ്പൊ രാജുവേട്ടന് ഇഷ്ടമല്ല. അത് സൈൻ ചെയ്ത് ആകെ ചെക്ക് ചെയ്യ. കഴിഞ്ഞ പ്രാവശ്യത്തെ മാർക്കായിട്ട് കമ്പയർ ഇട്ട അയ്യോ എന്താ പറ്റി എനിക്ക് കടിയ കിട്ടുക. അല്ല അപ്പൊ പ്രോഗ്രസ് കാർഡ് ഭയങ്കര സന്തോഷം. അമ്മേനെ കാണിക്കണ്ട, അച്ഛനെ കാണിച്ച. നിങ്ങളുടെ വിവാഹം എങ്ങനെയായിരുന്നു? നമ്മളൊരു ഫ്രണ്ട് വഴി വന്നു അറേഞ്ച്ഡ് മാരേജ്. അപ്പൊ അന്ന് എന്താ പറയാ ഇങ്ങനൊരു രാഷ്ട്രീയം ഒക്കെ അതാകുമ്പോ അത് വീട്ടില് ഞങ്ങളുടെ വീട്ടിൽ സ്വതവേ രാഷ്ട്രീയം ഇല്ല, അങ്ങനെയില്ല. പിന്നെ ആദ്യം ആർക്കും വലിയ ഇഷ്ടമൊന്നും ആയിരുന്നില്ല. പക്ഷെ നമുക്ക് അത്രയും അടുപ്പുള്ള ഒരാളായിരുന്നു ഫ്രണ്ട്. രാജുവേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളാണ്. അങ്ങനെ അവരെ അങ്ങനെ പറഞ്ഞ് രാജുവേട്ടനെ പറ്റി അങ്ങനെ പറഞ്ഞ് അങ്ങനെയാണ് ഉണ്ടായത്. അതിനുശേഷം MLA ഒക്കെ ആകുമ്പോ പിന്നെ ആ സമയത്ത് വീട്ടിൽ ഇരിക്കലൊന്നും ഉണ്ടാവില്ലല്ലോ, എങ്കിലും യാത്രയൊക്കെ. അപ്പൊ അതിലേക്ക് ആ ഒരു പുതിയ ലൈഫിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു? അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിലൊക്കെ ഭയങ്കര അഡ്ജസ്റ്റ് ചെയ്യുക, രാജുവേട്ടനും അഡ്ജസ്റ്റ് ചെയ്യും, അങ്ങനത്തെ ടൈപ്പാണ്. അതുകൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. അങ്ങനെ കുറച്ചങ്ങനെ വേറെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞങ്ങളങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വന്നു. ഈ ചിട്ടകൾ എങ്ങനെയാ? ഒരു നിർബന്ധവും ഇല്ലാത്ത സ്വഭാവം, ഒട്ടും നിർബന്ധമില്ല, ഒരു കാര്യത്തിലും ഇല്ല, ഭക്ഷണത്തിലും ഇല്ല, ഒന്നിലും ഇല്ല.
ഒരു നിർബന്ധം. പിന്നെ ആകെ എന്ന് വെച്ചാൽ എപ്പോഴും ഒരസുഖങ്ങൾ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ വന്നു കഴിഞ്ഞാൽ എപ്പോഴും കോൾഡൊക്കെ ഉള്ള ടൈപ്പ് ആയതുകൊണ്ട് അതിങ്ങനെ എപ്പോഴും അങ്ങനത്തെ ഒരേ കാര്യങ്ങളല്ലാതെ വേറെ ഒരു നിർബന്ധം. അച്ഛൻ്റെ ഒരു സ്വഭാവം നിങ്ങൾക്ക്, അല്ലെങ്കിൽ അച്ഛൻ പെട്ടെന്ന് ടെൻഷൻ അടിക്കുന്ന സ്വഭാവമല്ല, എന്തെങ്കിലും സ്വഭാവം ഉണ്ടോ പെട്ടെന്ന് അത് മാറ്റണം എന്ന് തോന്നിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? എനിക്ക് അച്ഛനായിട്ടാ ഇഷ്ടം. സ്വഭാവം മറ്റേ അച്ഛനെ എന്തെങ്കിലും പക്ഷെ ദേഷ്യം വരില്ല എന്ന് എനിക്കറിയാം. ദേഷ്യം വരില്ല, അത് പ്രശ്നമാണ് ദേഷ്യം വരാത്തത്. അത് അമ്മ കോമ്പൻസേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു ഇതായിട്ട് പോകുന്നുണ്ട്, കുഴപ്പമില്ല. എന്താ എത്ര കാർഡ് ഇവിടെ? മോളുടെ കല്യാണമാണ് മൂത്താളുടെ. സെപ്റ്റംബർ 2008, അഞ്ജന കാർത്തിക്. യെസ്. അപ്പോൾ ഇനി കല്യാണം തിരക്കൊക്കെ ആയോ സാർ? എന്റെ കല്യാണത്തിന്റെ കുറച്ചല്ല, എനിക്ക് വേണ്ടത്ര സമയം കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നമുണ്ട്. എന്നാലും ഇനി പണ്ട് കുറച്ച് ജോലിയുണ്ട്. അപ്പൊ ഇനി സിനിമയ്ക്ക് ഒരാൾ കൂടെ ആയില്ലേ? ഒരാൾ കൂടി അല്ലെങ്കിൽ അങ്ങോട്ട് പോകേണ്ടി വരും എവിടെ അച്ഛാ? പക്ഷെ ഇവരൊക്കെ ഈ രണ്ടുപേരും ജോലിക്കാരാകുമ്പോ അവരുടെ സൗകര്യവും ഇനി നമ്മൾ നോക്കേണ്ടി വരും ഈ ഫീൽഡിലായതുകൊണ്ട്. അല്ല, ഈ ഒരു എന്താ പറയാ, കല്യാണം കഴിഞ്ഞ് മക്കൾ പോകുമ്പോഴാണ് ശരിക്കും അപ്പഴായിരിക്കും ഇപ്പൊ നോക്കെ അതിന്റെ ഒരു സന്തോഷം ഉണ്ടാവും. അതിന് ശേഷം സങ്കടം അച്ഛൻ്റെ മോള് ഇങ്ങോട്ട് പോകാനൊക്കെ തന്നെ ഇപ്പോഴും പറയണേ. അതേ ജോബ് ഇവിടെ കിട്ടുമെങ്കിൽ അച്ഛൻ നല്ല ഭയങ്കര മാർക്കറ്റിംഗാ. രാജേട്ടന് ഇഷ്ടമല്ല പുറത്ത് പോണത്. ഒരു ഫാക്ടറാണ്. ഈ കുട്ടി ഡോക്ടർ കല്യാണം കഴിച്ച് പോയാൽ എന്ത് ചെയ്യും? ഡോക്ടർ പിന്നെ പഠിക്കുക കുറെ കൂടി താല്പര്യമുള്ള ആളാണ്. ഡിഗ്രി കഴിഞ്ഞാൽ BBS കഴിഞ്ഞാലും പിന്നെയും പഠിക്കണം. നമ്മളിപ്പോ കഴിഞ്ഞ ദിവസം ഒരാള് വന്നിട്ട് ഇപ്പൊ ഇവളുടെ കല്യാണം ഫിക്സ് ചെയ്തെന്ന് പറഞ്ഞപ്പോ ഇതെങ്ങനെ വന്ന് പറഞ്ഞു രണ്ടാമത്തെ ആൾക്ക് നോക്കിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പോഴേക്ക് രാജേട്ടൻ പറഞ്ഞു ഇനി ഒരു 5 കൊല്ലത്തേക്ക് ഇനി 5 കൊല്ലത്തേക്ക് ആലോചിക്കുന്നേ ഇല്ല. അതെ, ഊട്ടി പഠിച്ചോട്ടെ. പഠിക്കുക BBS കഴിഞ്ഞാൽ പഠിക്കാൻ അത്ര താല്പര്യമുള്ള രണ്ടുപേർക്കും പഠിക്കാൻ താല്പര്യം. കല്യാണ വീടെന്ന് പറഞ്ഞെങ്കിൽ എനിക്കറിയാം ഒരുപാട് തിരക്കുണ്ടാവും. ഞാൻ അധികം സമയം എടുക്കുന്നില്ല, കാരണം സാറിന് ഇത്രയും തിരക്കിൽ തന്നെ ഈ തിരക്കിലേക്ക് ഇനി വരണം. അതുകൊണ്ട് ഇത്രയും തിരക്കിലും ഇത്ര സമയം ഞങ്ങൾക്ക് തന്നതിൽ വളരെ സന്തോഷമുണ്ട് സാർ. കാരണം എപ്പോഴും വാർത്താ മാധ്യമങ്ങളിൽ എപ്പോഴും സാർ എപ്പോഴും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. നല്ല കാര്യത്തിനാണ്, ചീത്തരത്തിനാണ് ഞാൻ പറയില്ല. അപ്പോൾ ആ സമയത്ത് സാറിനെ വന്ന് പരിചയപ്പെടാനും ഇങ്ങനെ നല്ലൊരു മംഗളകർമ്മം വീട്ടിൽ നടക്കുന്നു. അപ്പോൾ എല്ലാത്തിനും വളരെ വളരെ സന്തോഷമുണ്ട് സാർ.